പ്രിയപ്പെട്ടവരെ, കൊടക്കാട് നാറ്റക്കോയ തങ്ങളുടെ ഒരു സലാത്തിന്റെ ബർക്കത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഈ വേട്ടാവളിയുടെ വീഡിയോ ഒന്നും എടുക്കാതിരിക്കായിരുന്നു. സമുദായത്തെ പറയിപ്പിക്കാൻ തുനിഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു വൃത്തികെട്ട ഫ്രോഡ്. സത്യത്തിൽ ഇയാൾക്ക് വലിയ കറാമത്തുകളുണ്ട്. നിങ്ങൾ ഇയാളുടെ 2-3 കറാമത്തുകൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ ആ കൊടിമരത്തിൻ്റെ കറാമത്തെ, കൊടിമരത്തിൻ്റെ ചുറ്റും ഒരു കിണറൊക്കെ കെട്ടി അതിനകത്ത് പച്ച പെയിൻ്റൊക്കെ അടിച്ച് അതിനകത്ത് 2 കാക്കകൾ വന്നിരിക്കും. ആ 2 കാക്കകൾ ഇയാളുമായിട്ടൊക്കെ സംസാരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞു. ഒത്തിരി കറാമത്തുകളുള്ള വലിയൊരു മഹാപണ്ഡിതനാണ്. അതായത് അപ്പോൾ ഈ പണ്ഡിതൻ്റെ മുമ്പിൽ ചെല്ലുന്നവർക്കൊക്കെ രോഗത്തിന് ശിഫയൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയേ കാണിക്കത്തുള്ളൂ. കാരണം ഈ അടുത്തിടെയായിട്ട് ഒരുപാട് ബ്ലോഗർമാർ എടുത്തിട്ട് കീറി അങ്ങ് ഭിത്തിയിലൊട്ടിച്ചു. കാരണം എന്തോ ചികിത്സയൊക്കെ ഈ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. 100 രൂപ കണ്ടാണ് ഒരു തേനിന്. ആ തേൻ അങ്ങോട്ട് എടുത്തിട്ട് നക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാക്കിൻ്റെ അടിയിലോട്ട് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങൾക്ക് വരെ ശിഫ നൽകുമെന്നാണ് പറയുന്നത്. ഒരുപാട് കറാമത്തുള്ള ഒരുപാട് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മുടെ ഈ സമുദായത്തിലുണ്ട്. ആ പണ്ഡിതന്മാർക്കൊക്കെ പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി നാറ്റക്കോയ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഈ സമൂഹത്തിൽ കിടന്ന് കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ. ഇയാൾക്ക് ഒരുപാട് PR വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഏജന്റുമാരുണ്ട്. അപ്പോൾ ആ ഏജന്റുമാരാണ് ഈ സ്ഥലത്തേക്ക് ആളെങ്ങനെ എത്തിക്കുന്നത്. ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഒരു ദിവസം രാവിലെ ക്യൂ നിൽക്കുന്നത്. കാരണം നൂറെ ഹബീബി എന്ന് പറയുന്ന ആ ഒരു പേരും വെച്ചുകൊണ്ട് ഈ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുണ്ടല്ലോ, അതായത് മതപണ്ഡിതന്മാർ, ഇവരൊന്നും ഒരു അക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ള. എന്തുകൊണ്ടാണ് ഇവരൊക്കെ മിണ്ടാത്തത്? ഇയാളുടെ വേദിയിൽ വന്നിരിക്കുന്ന കുറേ തലപ്പാക്കെട്ടുകാരൊക്കെ ഉണ്ട്. ഫാത്തിഹ കൃത്യമായിട്ട് ഓതി അതിൻ്റെ അർത്ഥം പറയാൻ അറിയാത്ത ഈ വേട്ടാവളിയൻ തങ്ങൾ പരമ്പരയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ മനുഷ്യരെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇയാളെക്കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഈ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരത്തിന് ഒരു മറുപടി പറയാൻ ആർജവമുള്ള ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഇന്ന് നമ്മുടെ ഈ സമുദായത്തിലുണ്ടോ? അതുകൊണ്ടാണ് ഈ സമുദായത്തെ എടുത്തിട്ട് തേച്ച് പല ആളുകളും പല വേദികളിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ള ആ പരമചെറ്റയുണ്ടല്ലോ, അവൻ കാണിക്കുന്നത് എന്താണ്? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിരുന്ന് നിരങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഇവരൊക്കെ ഷണ്ടന്മാരായി പോയെന്നുള്ള. ഇവർക്കൊന്നും സംസാരിക്കാനും ഒരു പാവം മനുഷ്യനുണ്ടായിരുന്നു. നട്ടല്ലെന്ന് പറഞ്ഞാൽ അതാരും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യനെ ഒതുക്കി മൂലയിലാക്കി അദ്ദേഹത്തെ ഇഞ്ചപരുവമാക്കി ഒരു ഫോട്ടോ പോലെ കൊണ്ടുവന്നിരുത്തിയിരിക്കുക. ഇപ്പോഴും നാവിനുണ്ടല്ലോ നല്ല ഉറപ്പുണ്ട്. ഇപ്പോഴും അദ്ദേഹം പറയും അതൊക്കെ. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഇന്ന് ഇവിടുത്തെ സമുദായ നേതാക്കന്മാരും സാമുദായിക സംഘടനകളും അന്ന് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ആ മനുഷ്യന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പം ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലുമാണ് എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളെ, സഹോദരങ്ങളെ, ഇതുപോലുള്ള വേട്ടാവളിയന്മാർ കാണിക്കുന്ന ഈ അസംബന്ധത്തിന് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ മറ്റിതര സമുദായങ്ങളുള്ളൂ നിങ്ങളെയൊക്കെ നോക്കി ചിരിക്കും. എന്തായാലും ഈ വേട്ടാവളിയുടെ പുതിയ 2-3 സംഭവങ്ങൾ വന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കും. ചാക്കിലാണ് പൈസ കൊണ്ടത് ഞാൻ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ചാക്കിൽ വരുന്നത് തേങ്ങ, കുമ്പളങ്ങ, എല്ലാ ചാക്കും പൈസ ഇല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടെ വെയിൽ വന്നല്ലോ, ഈ വെയിൽ കൊള്ളെടുത്ത് വർക്കേണ്ടി വരും. അള്ളാഹു എവിടെ പരാജയപ്പെടില്ല, ഇവിടെ പരാജയപ്പെടുത്തില്ല ഉറപ്പാ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാനൊരു 10-15 മിനിറ്റ് സ്വലാത്തുൽ ഫാത്തിഹ എന്താണ് സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അതെന്താണ്. എന്നോട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യം കേട്ടോ, കേട്ടോളൂ. എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടുന്നാ തങ്ങളെ ഈ സ്വലാത്ത് നിങ്ങൾക്ക് കിട്ടിയത് എന്നും ആരാണ് സ്വലാത്തുൽ ഫാത്തിഹ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഇജാസത്ത് നിങ്ങൾ എവിടുന്നാണ് നിങ്ങൾ കിട്ടിയെന്ന് ഒരുപാട് പണ്ഡിതന്മാരും എന്നെ അറിയുന്ന ഒരുപാട് ആളുകളും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം അത് എവിടുന്ന കിട്ടുന്നുള്ളതല്ലേ, അതിന് ഉത്തരം ഇതാണ്. അത് ഞങ്ങളോട് പറയില്ല, പറയില്ല, അത് പറഞ്ഞു പോയില്ലേ, അതും കൂടെ പറയില്ല. എന്നാൽ ഈ സ്വലാത്ത് മറ്റുള്ള സ്വലാത്തിനെ പോലെയല്ല കേട്ടോ. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും എല്ലാവരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യും. അല്ലാഹു എല്ലാവരും മുറാദുൽ ഹാസലായി കൊടുക്കട്ടെ. ഇത്ര ആളുകളാ ദുആ കൊണ്ട് എല്ലാവർക്കും ഫളില. കൊടക്കാട് നമ്മളെ കാണാൻ ടോക്കൺ കിട്ടണമെങ്കിൽ 10 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. ആളുകളെ പൂതി നൂറെ ഹബീബ് തങ്ങൾ എന്നോട് പറയും, അവിടുത്തെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ടാണ്. ഞാൻ കുറെ ചീത്തൊക്കെ പറയൂല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് ഇരിച്ച് പനിച്ചപ്പോൾ ഞാൻ ആശുപത്രിക്കാൻ പോയത്. ഞാൻ ദ്വാരത്തിന്റെ പനി മാറില്ല, പാരസെറ്റമോൾ കുടിച്ചിട്ട് എന്റെ രോഗം മാറി. രോഗമൊക്കെ വന്നാലും അതിനൊന്നും ഇപ്പൊ ഒരു അനുഭവം എനിക്കുണ്ടായി. ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ എന്റെ അടുത്ത് ആര് വന്നാലും ഞാൻ ഡോക്ടർമാർക്ക് പോകാനാ പറയാം. ഇപ്പം 2-3 ആഴ്ച മുമ്പ് അനുഭവം എനിക്കുണ്ടായി. ഒരാൾ എന്റെ അടുത്ത് വന്നു, ഒരു ചെരട് എന്നോട് പറഞ്ഞു, തണുപ്പാ ഇത് നമ്മൾ ഊതി തന്നെ പറഞ്ഞു. ഞാൻ എന്റെ കുട്ടിക്ക് കുറെ ചെരട് കെട്ടിയിരിക്കണേ. ആളുകൾ പറഞ്ഞു കൊടക്കാട് തങ്ങൾക്കെന്തോ കറാമത്തിന്റെ, കൊടക്കാട് തങ്ങൾ പറഞ്ഞ അതൊക്കെ സംഭവിക്കണ്ടേ, അതുകൊണ്ട് എന്റെ കുട്ടിക്ക് പനിയുണ്ട്, ഇത് ഊതി തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പനിയാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു പേടിപ്പനിയാണ്. എന്താ പേടിപ്പനിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത് ചോദിച്ചു.
ആ ചോദിച്ചത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനും ചോദിച്ചത് കളിയാക്കി തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് പനിക്കുന്നത് പേടിപ്പനിയാണോ എന്ന് അറിയണമെങ്കിൽ ഇയാൾക്ക് വിദ്യാഭ്യാസം വേണ്ടേ. അപ്പൊ എന്നോട് പറഞ്ഞു ഇടക്ക് പനിക്കും ഇടക്ക് വിടും, ഇടക്ക് ആ പനി പേടിപ്പനിയാണ് വെച്ചാൽ. അപ്പൊ എന്നോട് പിന്നെ അയാൾ ചൂടായി. ഞാൻ പറഞ്ഞു സുഹൃത്തെ, ചിലടൊന്നും ഞാൻ ഊതൂല. രോഗം വന്നാൽ നമ്മളെ കുട്ടി നിങ്ങൾ ആശുപത്രി കാണിക്കണം. എന്റെ മക്കൾക്ക് രോഗം വന്നാൽ ഞാൻ നൂലല്ല കെട്ടിയാ ഞാൻ ആശുപത്രിക്ക് കൊണ്ടുപോകാം. ഇയാൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടമല്ല. അയാൾ കുറെ ചീത്തറന്നു. അങ്ങനെ ആ മൂലയിൽ പോയി. പോകുമ്പോൾ ആൾ എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കേൾപ്പ് ഞാൻ അയാൾ തന്നെ ശ്രദ്ധിക്കാം. ഞാൻ അങ്ങനെ നൂല് മന്ത്രിച്ചു കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യും? 2 ദിവസം പിന്നെ കാത്തുക്കും. രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടർമാരെ കാണിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എല്ലാവരും പറയുന്നത് എന്താ? എനിക്കൊന്നും കറാമത്ത് ഇല്ല. സ്വലാത്തുൽ ഫാത്തിഹിന് കറാമത്തുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ കേട്ടോളെ. അതിന്റെ 4-5 ഫളിൽ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറയാ സ്വലാത്തുൽ ഫാത്തിഹ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനുൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് മുടി ഏതെണ്ണ തേക്കണെന്ന്. ഞാൻ അന്നും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് പരസ്യമായിട്ട് പറയുകയാണ്. ഞാൻ മിഞ്ഞാന്ന് ജിമ്മിന് പോയപ്പോൾ ഒരാൾ തങ്ങളെ പിന്നെ എണ്ണ നിങ്ങൾ ഏതാ തേക്കണ എന്ന് പറഞ്ഞിരുന്നത്. അത് ഞാൻ നിങ്ങൾ അവിടേക്ക് വരുമ്പോ തരാം. ഇപ്പോ കൊടക്കാട് ഒന്നെനിക്ക് തടിക്ക് സുഖല്ല. നിങ്ങൾ സ്വലാത്ത് കേട്ടാൽ മതി. ഭയങ്കര ജനപ്രവാഹ കൊടക്കാടേക്ക്. വരുന്ന വെള്ളിയാഴ്ച ഉണ്ട്. ഇപ്പോ ആളുകൾ നോക്കി കഴിയുന്നില്ല. വീട്ടിലെ ഗേറ്റ് അടക്കുകയാണ്. ഗേറ്റിന്റെ അടുത്ത് വന്ന ആളുകൾ നിൽക്കുകയാണ്. എപ്പോഴാണ് ഗേറ്റ് തുറക്കുന്നത് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട. തങ്ങളിപ്പാപ്പ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അതൊക്കെ തെറ്റാണ്. എനിക്ക് പനിച്ചപ്പോൾ ഞാൻ ഡോക്ടർക്ക് പോയി. എനിക്ക് പനിച്ചപ്പോ അപ്പൊ അങ്ങനെ വാക്കിനൊന്നും പ്രസക്തിയില്ല. അതൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരണ്ട ഏറ്റാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് എല്ലാ ദിവസം കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഓർക്ക് ഞാൻ ആളുകളെ ഓർക്ക് പ്രത്യേകത ഉണ്ട്. അൽഹംദുലില്ലാ. അത് പിന്നെ തങ്ങളിപ്പോ എന്നെ പോലെ ഞാനിങ്ങോട്ട് ഒരു വർഷം മുമ്പ് പറയുന്നുണ്ട് മുടി വളരുന്ന എണ്ണ ഉണ്ട്, നല്ല അടിപൊളി എണ്ണ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തില്ല മെയിൻ ചെയ്യില്ല. അപ്പൊ ഞാൻ തേച്ചു. എനിക്ക് ആഴത്തല്ലേ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ല ആഴത്താക്കട്ടെ. അള്ളാഹു ചിരിയും കളി എന്നുള്ളത് നിലനിർത്തട്ടെ. ഇന്ന് അൽഹംദുലില്ലാ നൂറ ഹബീബ് കുടുംബങ്ങൾക്ക് വിശ്വാസമുണ്ട്. നാവ് പെണ്ണാണ്. സിയാബങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല സിയാബ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പരിലിട്ട് കഴിവില്ല, ഒന്നിനും കഴിവില്ല. വെള്ളിയാഴ്ച പാലെടുത്തല്ലേ? വെള്ളിയാഴ്ച 100 ടോക്കൺ എടുത്തിക്കണം. ഇപ്പൊ എന്താ ചെയ്യാൻ? കൂടെ പറപ്പിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഉള്ളിന്റെ ചങ്കലല്ലേ. ലിങ്ക് വരാത്ത ഏതെങ്കിലും പിന്നെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? നിന്റെ ഗ്രൂപ്പിൽ ആടേക്കോളി. ഓക്കെ, ചകൽപ്പാല ഗ്രൂപ്പിൽ ആടേക്കോളി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് മുടി ഏതെണ്ണ തേക്കണെന്ന്. ഞാൻ അന്നും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് പരസ്യമായിട്ട് പറയുകയാണ്. ഞാൻ മിഞ്ഞാന്ന് ജിമ്മിന് പോയപ്പോൾ ഒരാൾ തങ്ങളെ പിന്നെ എണ്ണ നിങ്ങൾ ഏതാ തേക്കണ എന്ന് പറഞ്ഞിരുന്നത്. അത് ഞാൻ നിങ്ങൾ അവിടേക്ക് വരുമ്പോ തരാം. ഇപ്പോ മുടിയിൽ ഏത് എണ്ണയാണ് തേക്കുന്നതെന്ന് തങ്ങളുപ്പാപ്പ പറയത്തില്ല. അതുപോലെ തന്നെ സലാത്ത് കറാമത്ത് അതിനെക്കുറിച്ചിട്ടും തങ്ങളുപ്പാപ്പ പറയില്ല. എവിടെയോ പോയി ഏതോ സ്ഥലത്ത് പോയി വിഗ്ഗം വെച്ചുകൊണ്ടാണ് ഈ വേട്ടാവളിയം വന്നിരിക്കുന്നത്. നിങ്ങൾ ആ മുടി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് മറ്റേ തേവള്ളിപ്പറമ്പിൽ ജോസഫ് ഫെലക്സ് മമ്മൂക്ക കാണിക്കുന്ന കണക്ക് ഇങ്ങനെ തട്ടും. പിന്നെ ജിമ്മിലൊക്കെ പോകും. പിന്നെ വരുന്ന ആളുകളെയൊക്കെ കളിയാക്കി ചോദിക്കും, ഒരു തങ്ങളിന് പറ്റിയ ക്വാളിറ്റി ആണോ ഈ പറയുന്ന കൊടക? ഇവൻ ഏതാണ് ഈ പറയുന്ന ജീവി? സത്യത്തിൽ നമ്മുടെ സമുദായത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകുന്നു കേട്ടാ. നിങ്ങളൊക്കെ ശക്തമായി പ്രതികരിക്കണം. ഇതൊക്കെ ചുമ്മാ ഈ പൊട്ടത്തരവും വിഡ്ഢിത്തരവും ഒക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പടച്ചങ്ങ് വിട്ടുകൊണ്ടിരിക്കുക. ഇതിന്റെ താഴെ വരുന്ന അന്യമത വിശ്വാസികളുടെ കമന്റുകൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലത്തെ അസംബന്ധമൊക്കെ വിളിച്ച് പറഞ്ഞ ഈ വേട്ടാവളിയനൊക്കെ ഇനി എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകാരനാവും, നമ്മൾ ഇസ്ലാം വിരോധിയായി പോകും. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം സ്വന്തം പെങ്ങന്മാരെ കാണുന്നത് ഹറാമാണെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. എന്താണ് നമ്മുടെ ആളുകൾക്ക് പറ്റിപ്പോയി? ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ ഇസ്ലാമിക രീതിയാണ്, ഓക്കെ, അത് തെറ്റ് മനസ്സിലായിക്കൊണ്ട് നമ്മളത് തിരുത്തി പറഞ്ഞു. പക്ഷെ ഈ കാണിക്കുന്ന അസംബന്ധം ഇത് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ഈ വേട്ടാവളിയെ നിലക്ക് നിർത്തണം. കാരണം ഇവൻ നിരന്തരം ഇത് തന്നെയാണ് ഈ പടച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പിന്നെ തങ്ങൾ പരമ്പരയിൽപ്പെട്ടതാണ്? ഏതോ ഫുട്ബോളൊക്കെ കളിച്ച് ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ച് നടന്നവനാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരതെ, നിങ്ങൾ ഈ വേട്ടാവളിൻ്റെ കറാമത്തൊക്കെ അപ്പം ഇനിയും ചെല്ലണം കേട്ടോ. ഗേറ്റിൽ 10,000 ഇങ്ങനെ ക്യൂ നിൽക്കുക, കാവൽ നിൽക്കുക. തങ്ങളുപ്പാപ്പ ഒന്നും മിണ്ടിയാൽ മതി, എല്ലാം അങ്ങ് തീർന്നോളും. എന്തൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നത്? ബാക്കി കമൻറ്റ് നിങ്ങൾ കൊടുക്കും. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. ഓക്കെ.